ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ അമ്മക്ക് ടാറ്റയൊക്കെ കൊടുത്തും കണ്ടിങ്ങനെ കോളേജിലേക്ക് നടക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ വ്ളോഗാണ്. അങ്ങനെ തംസപ്പൊക്കെ തന്നിങ്ങനെ ഗായ്സ്. ഇത് ഞങ്ങൾ നായൻ്റെ വീട്, ഇനി അടുത്തത് എൻ്റെ പാപ്പൻ്റെ വീട്. അങ്ങനെ ഈ 2 വീടുകൾ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. ഞാൻ വന്ന് കാണിച്ചെന്നുള്ളൂ. ഏറെ കൃത്യത്തിന് ഞാൻ ഇറങ്ങി. നിങ്ങളുണ്ട് ഗൈസ്, ഇങ്ങനെ റോട്ടിൻ്റെ നടുക്കൂടെ നടക്കുന്ന സ്വഭാവം ഒക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ വെറുതെ നിൽക്കുമ്പോൾ സൈക്കിളിലുള്ള ബബിൾസൊക്കെ ഞാനിങ്ങനെ കുത്തിപ്പിടിച്ച് ഗൈസ് ഒരു സമാധാനം. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഗൈസ് സെൽഫി എടുക്കണം. ഒരു എക്സ്പ്രഷനൊക്കെ വാരി വിതറുന്നു ഗൈസ്. എന്തിനാന്ന് പറഞ്ഞൂടെ, സമയം പോണേ. 5 മിനിറ്റ് ഫാസ്റ്റ് ചെയ്യുന്നു ഒന്ന് പോയത്. അങ്ങനെ എന്താകണ്ടോ, എൻ്റെ ഷോ ആണ് ഇങ്ങനെ കാണുന്നത്. ഇത് ഞാൻ കാണിക്കാറില്ല, പക്ഷേ വ്ളോഗല്ലേ ഗൈസ്, അപ്പം കിടക്കട്ടെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഏച്ചീനൊക്കെ കണ്ട് ഏച്ചീനോട് ഹായൊക്കെ പറയാൻ പറഞ്ഞു. പിന്നെ മാനേജറെ എത്തി നമ്മൾ അടുത്ത ബസ് കയറാണ് ഗൈസ്. അങ്ങനെ അടുത്ത ബസ്സിൽ ആരുമില്ല, മുന്നിലൊന്നും ആരുമില്ല. അപ്പം ഞാൻ ST ഒക്കെ കൊടുത്ത് കയറി ഇറങ്ങി ഗൈസ്. ഇറങ്ങണമൊക്കെ കഴിഞ്ഞു, പക്ഷേ സംഭവം അത്ര സിമ്പിളല്ല. അങ്ങനെ ഞാൻ സെൽഫിലെത്താനായി. ആ കാണുന്ന നായ്ക്കളൊക്കെ അവിടെ ഉള്ളതാണ്, ഞാൻ അവിടെ ഇവിടെയൊക്കെ കാണും. അങ്ങനെ ഗൈസ് അവിടെ എത്തി. അപ്പോൾ സെൽഫിലെത്തി ഇനി മുകളിലെത്തണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ കയറി ഗൈസ്. ഇങ്ങനെയൊക്കെ എല്ലാം കയറി. ഇന്ന് ഫസ്റ്റ് ഡേ അല്ല, അപ്പോൾ നമുക്ക് ഭയങ്കര ഉഷാറാണ് കയറാനൊക്കെ. ഞാൻ ലാസ്റ്റിലേക്കാണ് നമ്മൾ കൊഴിഞ്ഞ് പോകുന്നത്. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്ലോറിലെത്തി. അങ്ങനെ ക്ലാസ് കയറി ഗൈസ്. ഫാമ ഇതൊക്കെ ഇട്ടീനു, തംസപ്പൊക്കെ ഇട്ടീനു, പക്ഷെ ഞാനത് എടുത്തില്ല. ഇനിയിപ്പോൾ എടുക്കാം. അങ്ങനെ വാഷ്റൂമിലും വെള്ളം കുടിക്കാനൊക്കെ പോയി. പിന്നെ മിസ്സിൻ്റെ വക ഇതെല്ലാം ഞങ്ങൾ ചോദി മിസ്സിൻ്റെ വക ക്ലാസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അറ്റൻഡൻസ് ഒക്കെ എടുക്കുകയാണ്. പിന്നെ റോബി മിസ് ക്ലാസ് എടുക്കും. ഡാറ്റ സ്ട്രക്ചർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ പൈത്തൻ്റെ കോഡാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ലാബിൽ പോവാണ്. എല്ലാവരും തൊഴിച്ചൊട്ടി പോകുന്നു ഗൈസ്. പിന്നെ ഇവിടെ ക്രിമിനൽ സൈഡിലുള്ള കുറേ പേരുണ്ട്, അവനൊക്കെ മുഖം പൊത്തി നിൽക്കും ഗൈസ്. അത് നമ്മൾ മൈൻഡാക്കരുത്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഒരു ഗൈസ്, അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം എന്തൊരു ചെരുപ്പ് എന്ന് നമുക്ക് വലിയ ധാരണ ഒന്നുമില്ല, എന്നാൽ നമ്മൾ ചെരുപ്പ് പൊരിക്കുന്നത്. പിന്നെ ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാവുന്നതാണ്. ഒരാളെ പക്ഷേ അതിപ്പോൾ അത് ഇതാണ് ഗൈസ്. ഇതിലൂടെ പേരെയ്തു എന്നുള്ള ആ ഒരു ഇതാണ്. അവിടുന്ന് ആ പേരൊക്കെ എഴുതിക്കൊണ്ട് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഫോൺ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഫോണൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ സൈൻ ചെയ്ത് ടൈമൊക്കെ എഴുതി പോന്നു ഗൈസ്. 2 പീരീഡ് ഉണ്ടായിരുന്ന ലാബ്. അങ്ങനെ 2 പീരീഡ് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ബ്രേക്കിൽ ഞാൻ ഒരു സ്കോളർഷിപ്പിൻ്റെ സൈൻ ചെയ്യാണ്ടേനും. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇറങ്ങുന്നതിന് സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അത്രയും വലിയ ചെരുപ്പിട്ടും കണ്ട് വെച്ചിട്ടുണ്ടാകും സ്വാഭാവികം. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ ഇറങ്ങി താഴത്ത് ഓഫീസിലേക്കാണ് പോകേണ്ടത്. സെൽഫിലെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഇത് മെയിൻ ഓഫീസിലേക്ക് പോകും. പക്ഷേ ഞാൻ പോകണ്ട, അവിടുത്തെ ആൾക്കാർ പോയാലും. അങ്ങനെ ഓഫീസിലെത്തി മൂപ്പരാളോട് ഭയങ്കര SSLC ബുക്ക് എടുത്തില്ല, അപ്പോൾ അത് വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം ചെയ്യുക. ഇങ്ങനെ മുമ്പൊരാളിങ്ങനെ ചൊറയാക്കിയാണ്. അങ്ങനെ ലാസ്റ്റ് പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെയാണ് ഇവിടെ പൈസ എടുക്കാൻ മറന്നു പോയി ഗൈസ്. പൈസ എടുക്കാൻ വേണ്ടി പിന്നെയും മുകളിലോട്ട് കയറാണ്. എൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം ഗൈസ്. അതിനുള്ള എന്താണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ പൈസ ഒക്കെ എടുത്ത് സെറ്റായി. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അതാണ് ഞാൻ താഴോട്ട് നോക്കണത്. അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. യാത്ര തുടരുകയാണ്. നിങ്ങൾ ഇവിടുന്ന് കാണുമോ എത്ര ദൂരമുണ്ട് ഇവിടുന്ന് രാജഗേറ്റ് വരെ. അപ്പോൾ നമുക്ക് യാത്ര തുടരുന്നു ഗൈസ്, തുടരും. അങ്ങനെ നമുക്ക് ഈ ഫുട്പാത്തിൽ കൂടെ നടന്നെങ്ങാണ്ട് ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. സെൽഫ് എയ്ഡഡും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ റോഡും ആ ഒരു ഗേറ്റും, അതാണ് സെൽഫ് എയ്ഡഡും തമ്മിലുള്ള വ്യത്യാസം. അത് വരെ ഒന്നാണ്. അങ്ങനെ ഈ ഒരു ചെറിയൊരു ഈ സ്ഥലം കടന്നാൽ എയ്ഡഡിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു.
അങ്ങനെ ഗൈസ് അപ്പോൾ നമ്മൾ പിന്നെയും നടക്കുക തന്നെ ചെയ്യണം. അങ്ങനെ കുറച്ചൊക്കെ നടക്കുന്നൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അത് വീഡിയോ ലാഗാവുമല്ലോ വെച്ചിട്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനി അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ അവിടെ നിന്ന് എടുക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്കിത് ഓടിട്ടതാണ്, പക്ഷേ ഓടിട്ടാണ് ഇത് പഴയ ഫറൂഖ് കോളേജാണ്. അപ്പം ഭയങ്കര വലുതാക്കി എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നാണ്. അത് നമ്മൾ മിണ്ടാക്കണ്ടേ. അപ്പം നമ്മൾ തണലത്ത് കൂടെ നടക്കണം, അല്ലെങ്കിൽ പനിയും ജലദോഷമൊക്കെയാണ് ഗൈസ്. എന്താ ചെയ്യാം. അങ്ങനെ നടക്കുകയാണ്. നടന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ ഇടവഴി കൂടെയൊക്കെ നടന്ന് ഇനിയിപ്പോൾ ഈ നടക്കാനിട്ട് അതിനോടൊക്കെ നടക്കുമ്പോൾ തോന സമയമാണ്. അങ്ങനെ ഞാൻ നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ഏച്ചിനെ കാണാം വണ്ടീൻ്റെ അടുത്ത്. ആ വണ്ടീൻ്റെ അടുത്തുള്ള ഏച്ചി എന്നോട് ചോദിക്കാണ്ട് ഡിപ്പാർട്ട്മെൻ്റ് അവിടെ ചോദിച്ചതും എൻ്റെ വീഡിയോ ഓഫായിപ്പോയി. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഓരോട്. അങ്ങനെ ഞാനിങ്ങനെ നടക്കുമ്പോൾ അവിടെ NCCക്കാരെന്തോ പരേഡോ മാർച്ചോ നടത്തുന്നുണ്ട് ഗൈസ്. അപ്പം ഞാനതിങ്ങനെ നോക്കിയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ചോദിച്ചിട്ട് ഇത് വീഡിയോ ഇങ്ങോട്ടായിരുന്നില്ല, അങ്ങോട്ട് നോക്കണമെങ്കിൽ ഞാൻ തല മാത്രമാണ് നോക്കി. അപ്പോൾ ഇതിനോട് ചുറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് NCCക്കാരെ കാണുന്നതാണ് കണ്ടോ. അപ്പോൾ സൂം ചെയ്താലൊക്കെ കാണുള്ളൂ. അവരവിടെ എന്തോ നടത്തുന്നുണ്ട്. എന്താ അന്നത്തെ പ്രത്യേകത എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്താ സംഭവം ഒന്നും. അങ്ങനെ നമ്മളിപ്പോൾ പോണത് എങ്ങോട്ടാ? ക്യാൻറ്റീനിലേക്കാണ് പോകണം. അങ്ങനെ ഈ കാണുന്നതാണ് രാജാ ഗേറ്റ്. ആ കാണിച്ചു തരാം. ഇനിയിപ്പം കണ്ടില്ല എന്ന് പറയണ്ട, ഞാൻ ഓൾറെഡി എടുത്തിക്കണേ അത്. കൈയൊക്കെ വീശിയാണ് നടക്കുന്നത്. ഞാൻ അറിയുന്നില്ല വീഡിയോ റണ്ണാവുണ്ടെന്ന്, എൻ്റെ കയ്യെ പെടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഗൈസ് അതാണ് രാജാ ഗേറ്റ്. അപ്പോൾ ഇത്ര ദൂരമേ ഉള്ളൂ, ദൂരമാണ്. അങ്ങനെ ഗൈസ് ക്യാൻറ്റീനിലേക്ക് നടക്കുകയാണ്. ക്യാൻറ്റീനിലേക്ക് ഇവിടുന്ന് വളയണില്ലേ? ഗൈസ് വളയാനായില്ലേ? അങ്ങനെ വളഞ്ഞിട്ട് പോയാൽ ക്യാൻറ്റീനെത്തും. ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സാറുണ്ട് തിരക്കിട്ട് പോകണം. ഏത് സാറാണെന്നൊന്നും എനിക്കറിയില്ല, ഏതോ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ടാഗ് ഞാൻ കണ്ടു. അപ്പോൾ അത് സാറാണെന്ന് നമ്മൾ അനുമാനിക്കണം. അപ്പോൾ കണ്ടോ ഗൈസ്, സന്തോഷം കണ്ടോ? ചോറ് നമ്മുടേതിന് സന്തോഷം. അങ്ങനെ ബില്ലൊക്കെ ഉണ്ടാക്കി ചോറ് വിളമ്പണ സീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പപ്പടമൊക്കെ എടുത്ത് തരും. പിന്നെ നമ്മൾ സ്വയം സെർവ് ചെയ്യണം കറി. എൻ്റെ ഭാഗ്യം കൊണ്ടൊന്നും സാമ്പാറായിരുന്നു ഗൈസ്. ഞാൻ മീൻ കറി കൂട്ടാറില്ല, അതുകൊണ്ട് ഞാൻ മീനിൻ്റെ ഭാഗത്തേക്ക് പോയില്ല. എനിക്ക് വേണമെങ്കിൽ ഞാനൊരു കാണിച്ചു തരാം എന്ത് മീനാണ് എന്താണെന്ന്. എനിക്ക് അറിഞ്ഞൂടാ, അതായത് എനിക്ക് പേര് വരെ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് കണ്ടിട്ട് നിങ്ങളോട് എന്ത് പറയാനായി. അതാ ഗൈസ് ചെമ്പല്ല ഡവറ എന്നൊക്കെയാണ് ഇവിടെ പറയും. അപ്പം അത്രേ കഴിച്ചുള്ളൂ ഗൈസ്. പിന്നെ കൈയൊക്കെ കഴുകി അവിടെ ടിഷ്യൂ ഉണ്ടേനു. ടിഷ്യൂ അല്ല, കാർബൺ പേപ്പറോ അങ്ങനെ എന്തോ പേപ്പറില്ലേ അതുള്ളത്. പിന്നെ എന്നെ സെക്യൂരിറ്റി എന്നോട് ചോദിച്ചു എന്താ ഇപ്പം വരല്ലേ, കുറേ ആയാലും കണ്ടിട്ട്. ഞാൻ എല്ലാ സെക്യൂരിറ്റിമാരോടും തന്നെയാണ് കഴിച്ചു എന്താണെന്ന് അങ്ങനെ അതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ വേണ്ടി അങ്ങനെ നിന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഓരോട് അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ബുക്കൊക്കെ ഇനി വാങ്ങണേ, പോയി വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ പോയി വാങ്ങാൻ വിചാരിച്ച് നടക്കുന്നതാണ്. പിന്നെ അത് ക്യാമറ ഒക്കെ എങ്ങനെ കൊത്തിരിഞ്ഞ് മറഞ്ഞൊക്കെ പോയി ഗൈസ്. അപ്പോൾ ക്ഷമിക്കുക. അപ്പം നേരെ പിടിച്ച് പിന്നെ രാജാ ഗേറ്റ് നടന്നും കണ്ടാണ് ബുക്കൊക്കെ വാങ്ങാൻ പോയത്. അങ്ങനെ ബുക്കൊക്കെ വാങ്ങി പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഫാത്തിമ പൂജ അവിടെ ഇരിക്കുന്നത്. അതിന് ഫാത്തിമ എന്തോ ക്രിമിനലാണ്, അത് നമ്മൾ മൈൻഡൊക്കെ എടുത്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കണ്ടിരിക്കാം, നമുക്ക് കഥ പറയാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഫാമയും പൂജയും ഭയങ്കര കാര്യമായിട്ട് കഥ പറയുന്നത്. ഫാത്തിമ പിന്നെയും ക്രിമിനൽ വ്ളോഗ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഷാദിന് അലഫ് ഫെബിനൊക്കെ വരുന്നത്. അജയ് അതാ നമുക്ക് നമസ്കാരമൊക്കെ ചെയ്തിരിക്കണം. നമ്മളെന്താ ഹനുമാൻ സ്വാമിയോ എന്താ ആട്ടെ. അവർ കാര്യമായിട്ട് കഥ പറയുന്നു. 3000 ഷൂ ആണ്, വെള്ള ഷൂ. അതിന് മാത്രം അതുണ്ടോയെന്നൊക്കെയാണ് ഞങ്ങളുടെ ചർച്ച. പിന്നെ ഓഫ്കോഴ്സ് പന്തലിട്ടതിനെ പറ്റി എന്തായാലും പറയുള്ളൂ.
നിങ്ങൾ കണ്ടായിരുന്നോ ആ പന്തൽ കണ്ടവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനെ നേരെ ക്ലാസ്സൊക്കെ വിട്ട് ക്ലാസ്സിലാണ് സാറ് കയറിയിരുന്നു ഗൈസ്. അങ്ങനെ സാറ് പറഞ്ഞു ഫോൺ എടുക്കേ ചെയ്തതാണ്. അങ്ങനെ ലാസ്റ്റ് റൂബി മിസ്സിനോട് പറഞ്ഞു പിന്നെ റൂബി മിസ് തന്നെയാണ് ഗൈസ് അങ്ങനെ പറഞ്ഞെടുപ്പിച്ച്. പിന്നെ രാജാഗേറ്റൊക്കെ കടന്നും കണ്ട് ബസ്സൊക്കെ കയറി ഗൈസ്. ആയിഷനെ ഇപ്പോൾ കാണിച്ചത് ആയിഷ ഇതാണ്, അത് ഇന്നലെ ചൊല്ല. അങ്ങനെ ഞാൻ മാനേജർ എത്തി ഗൈസ്. അങ്ങനെ മാനേജറിൽ നിന്ന് ബസ്സിന് എസ് ടി ഒക്കെ കൊടുത്ത് എസ് ടി ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടോ ഗൈസ്.